السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ആരോട് സംസാരിക്കുകയാണ് എങ്കിലും ആരോട് ഇടപഴകുമ്പോഴും അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരോടും അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തും. അവരുടെ സുഖവിവരങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിയും. അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ അടിമകളാവട്ടെ പണക്കാരനാവട്ടെ ആരോടാണെങ്കിലും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം ഒരുപോലെയായിരുന്നു. കുട്ടികളായി എന്നുള്ളത് കൊണ്ട് അവരെ മെയിൻ്റാക്കാത്തൊരു സ്വഭാവം ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിട്ടില്ല. കുഞ്ഞു മക്കളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറയുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അവരോടൊക്കെ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ എല്ലാ നിലക്കും മക്കളോട് വലിയ വാത്സല്യത്തോടു കൂടിയുള്ള പെരുമാറ്റവും സംസാരങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്കൊരു അനുജനുണ്ടായിരുന്നു, ഒരു കുഞ്ഞു അനുജൻ, അബൂ ഉമൈർ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ എൻ്റെ കുഞ്ഞനുജനെ കണ്ടപ്പോൾ, യാ അബാ ഉമൈർ, ഓ അബൂ ഉമൈറെ, മാ ഫഅലൻ നുമൈർ, നിൻ്റെ കുഞ്ഞു കുരുവി എന്താ കാണിക്കുന്നത് എന്ന നിലക്ക് കൊഞ്ചിക്കൊഞ്ചുള്ള സംസാരം, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനോട് കൈപിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾ കാണാനിടയായി. എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മക്കളോട് വരെ വളരെ വാത്സല്യത്തോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെയായിരുന്നു പെരുമാറിയതെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വേള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, അവിടുന്ന് മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയാണ്, ആ കുഞ്ഞു കുട്ടിയെ എടുത്തുകൊണ്ട് ചുംബിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന അഖ്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി കാണാനിടയായി. ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, എനിക്ക് 10 മക്കളുണ്ട്. ഈ 10 മക്കളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലും ഇന്ന് വരെ ഞാൻ എടുത്ത് ചുംബിച്ചിട്ടില്ല നബിയെ. ഇദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞ് മോനെ എടുത്തുകൊണ്ട് ചുംബിക്കുന്നത് കാണാനിടയായപ്പോൾ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ഇന്ന് വരെ 10 മക്കളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലും എടുത്ത് ചുംബിക്കാതെ ഇരിക്കുന്ന അദ്ദേഹത്തിന് വലിയ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം മുത്തുനബിയോട് ഇത് പറഞ്ഞത്. ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മല്ലാ യർഹം യുർഹം, അതേ, കരുണ കാണിക്കാത്തവൻ ഒരിക്കലും കരുണ തിരിച്ചു ലഭിക്കില്ല കേട്ടോ. മക്കളോട് കരുണ കാണിക്കണം, പ്രായമായവരോട് കരുണ കാണിക്കണം. അതേ, വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന രോഗികൾ, മറ്റ് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളോട് എല്ലാവരോടും കരുണ കാണിക്കും. അപ്പോഴേ തിരിച്ചും ഇങ്ങോട്ടും കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്ന നിലക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. ഇങ്ങനെ പിഞ്ചു മക്കളോടൊക്കെ വളരെയധികം സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബിനെ പിൻപറ്റി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ചേർത്തെടുക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.